Hello, hello. Screen visible now. What about voice? Hello, all of you. Hello, all of you. Screen visible now. Hello, hello. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവരിവൺ, ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പമ്പ് അതുമായി ആദ്യം ഞാൻ ഗൂഗിൾ മീറ്റിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is at the lowest pressure head? Which among the following is at the lowest pressure head? താഴെ തന്നിട്ടുള്ളത് ഏറ്റവും ലോവസ്റ്റ് പ്രഷർ ഹെഡ് ഏതിനാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സമ്പ്, സെക്കൻഡ് വൺ വെയിൻസ്, തേർഡ് വൺ is the outlet and fourth one is the valve. പിന്നെ അത് സമ്പാണ് ഏറ്റവും ലോവസ്റ്റ് പ്രഷർ ഹെഡ് വരുന്നത്. സമ്പ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ എവിടെ നിന്നാണോ വെള്ളം നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പമ്പ് ചെയ്തെടുക്കുന്നത് ആ ഒരു പോർഷനാണ് നമ്മൾ സമ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഹാസ് ഗോട്ട് ദ ലോവസ്റ്റ് പ്രഷർ ഹെഡ്. ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു ലേ ഔട്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ അതിന്റെ സെന്റർ പോർഷനിലുള്ള ഈ ഒരു പോർഷനിലുള്ള നമ്മൾ ഐ ഓഫ് ദ ഇംപെല്ലർ എന്ന് പറയുന്നത്, ഇംപെല്ലറിന്റെ സെന്റർ. അതുപോലെ തന്നെ അതിന് പുറത്ത് കുറെ ഇംപെല്ലർ വെയിൻസ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഇംപെല്ലർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സം കർവ്ഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ അതിന്റെ വെയിൻസ് എന്ന് പറയും. ആൻഡ് above which you have the casing, volute casing. Volute casing എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു ചേംബർ ആണ് നമ്മൾ volute casing എന്ന് പറയുന്നത്. സോ പമ്പ് ഈസ് ആക്ച്വലി സക്കിംഗ് വാട്ടർ ഫ്രം ദ sump and it is getting inserted into the casing. So at a high pressure the water will be rotated inside the impeller and it will be getting pressurized and it will be directly discharged through the delivery pipe. ഇതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്, പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് P/ρg. P is the pressure, rho is the density and g is the acceleration due to gravity. അപ്പൊ ലോവസ്റ്റ് പ്രഷർ ഹെഡ് വരുന്നത് എവിടെയാണ്? സമ്പിലാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രഷർ ഹെഡ് വരുന്നത്. സോ ഓപ്ഷൻ എ is the correct answer. Option 1 is the correct answer.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is the correct equation of total pressure head? Which among the following is the correct equation for the total pressure head? അതാണ് ചോദ്യം. Total head is equal to static head plus friction loss. Total head is equal to static head plus friction loss plus static lift. അങ്ങനെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ടേംസ് എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ 2, ടോട്ടൽ ഹെഡ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് ഫ്രിക്ഷൻ ലോസ് പ്ലസ് സ്റ്റാറ്റിക് ലിഫ്റ്റ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ദ സക്ഷൻ ഹെഡ്, HS എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സക്ഷൻ ഹെഡ്, it is the vertical height of the central line of the pump shaft above the liquid surface in the sump from which the liquid is being raised. അതായത് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ സെന്റർ ലൈൻ ഓഫ് ദ പമ്പ് ഷാഫ്റ്റ് above the liquid surface in the sump from which the liquid is being raised. അതായത് പമ്പ് ഷാഫ്റ്റിന്റെ പമ്പ് ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളെങ്കിൽ പമ്പ് ഷാഫ്റ്റിന്റെ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഈ സമ്പ് ലെവലിലുള്ള ആ വാട്ടർ ലെവൽ വരെയുള്ള ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ HS അല്ലെങ്കിൽ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. The maximum theoretical suction lift by a centrifugal pump water at being at the ambient temperature is 10.3. അതായത് 10.3 maximum theoretical suction lift by a centrifugal pump എന്ന് പറയുന്നത് 10.3 meters of water, അല്ലെങ്കിൽ നമ്മൾ 34 ഫീറ്റിൽ പറയുകയാണെങ്കിൽ 34 feet. That is the maximum theoretical suction lift. അടുത്ത ടേം വരുന്നത് ഡെലിവറി ഹെഡ് HD. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് സർഫസ് ഇൻ ദ ടാങ്ക് ഓർ റിസർവോയർ ടു വിച്ച് ദ ലിക്വിഡ് ഈസ് ഡെലിവേർഡ് എബോവ് ദ സെന്റർ ലൈൻ ഓഫ് ദ പമ്പ് ഷാഫ്റ്റ്. അതായത് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് സർഫസ് ഇൻ ദ ടാങ്ക് ഓർ റിസർവോയർ ടു വിച്ച് ദ ലിക്വിഡ് ഈസ് ഡെലിവേർഡ് എബോവ് ദ സെന്റർ ലൈൻ ഓഫ് ദ, അതായത് ഓവർ ഹെഡ് ടാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ റിസർവോയർ ആണെങ്കിലും എവിടേക്കാണോ നമ്മൾ പമ്പ് വെള്ളം ഡെലിവറി ചെയ്യുന്നത് അതുവരെയുള്ള ഹൈറ്റ്, അതായത് പമ്പിന്റെ സെന്ററിൽ നിന്ന് ആ ഓവർഹെഡ് ടാങ്കിന്റെ വാട്ടർ ലെവൽ വരെയുള്ള അല്ലെങ്കിൽ ഓവർഹെഡ് ടാങ്ക് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് സ്റ്റാറ്റിക് ഹെഡ്. ദ സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ്, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഹെഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ്. ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഫിഗർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ടോട്ടൽ ഹെഡ് ഇവിടെ ക്യാപിറ്റൽ ഹെഡ്, ക്യാപിറ്റൽ H ആണ് ടോട്ടൽ ഹെഡ്. ദെൻ from the sump level up to the eye of the impeller, it is the suction head. Then from the eye of the impeller to the overhead tank or the reservoir, it is the delivery head. Okay, so sum of the suction plus delivery head is the total head or static head എന്ന് പറയും. Okay, ഇനി total or gross or effective head, it is equal to the static head plus all the head losses occurring in the flow before, ത്രൂ ആൻഡ് ആഫ്റ്റർ ദ ഇംപെല്ലർ. അതായത് നമ്മൾ ഫ്ലോ ലോസസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് നെറ്റ് ഹെഡ് സ്റ്റാറ്റിക് ഹെഡിനോട് കൂടെ നമ്മൾ ഫ്ലോ ലോസസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഹെഡിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പമ്പുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഒരു ഹെഡാണ് മാനോമെട്രിക് ഹെഡ്. ദ ഹെഡ് അഗൈൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. It is the head measured across the pump inlet and outlet flanges. അതായത് പമ്പിന്റെ ഇൻലെറ്റ് ഫ്ലാഞ്ചും ഔട്ട്ലെറ്റ് ഫ്ലാഞ്ചിനും ഇടയ്ക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹെഡ് ആണ് ഇത് മാനോമെട്രിക് ഹെഡ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഹെഡ് അഗൈൻസ്റ്റ് വിച്ച് സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അതായത് ഇപ്പൊ പമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ പമ്പ് ഈസ് ആക്ച്വലി ഇന്റൻഡഡ് ടു പമ്പ് വാട്ടർ ഫ്രം ദി ഓപ്പൺ വെൽ ടു ദ ഓവർഹെഡ് ടാങ്ക്. സപ്പോസ് നമ്മൾ അതായത് ഓപ്പൺ വെല്ലിൽ നിന്നാണ് പമ്പ് ചെയ്യേണ്ടത്. പമ്പ് ചെയ്ത് ഇംപെല്ലർ സൈഡിലേക്ക് കൊണ്ടുവരണം. ദെൻ ഇംപെല്ലറിൽ നിന്ന് അത് പമ്പ് ചെയ്ത് ഡെലിവറി പൈപ്പിലൂടെ അതെവിടെ എത്തണം, ഓവർഹെഡ് ടാങ്കിലേക്ക് എത്തണം. അപ്പൊ ഇതാണ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് പമ്പ്. സോ ഇറ്റ് ഈസ് ദ ഹെഡ് അഗൈൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക് ഈസ് നോൺ ആസ് ദി മാനോമെട്രിക് ഹെഡ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് VW2 × U2 divided by G minus HLI minus HLC. Okay, and equation വന്നിട്ട് മാനോമെട്രിക് ഹെഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് മൈനസ് ടോട്ടൽ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ്. അതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ പമ്പ് ഹെഡ് ദാറ്റ് ഈസ് മെഷേർഡ് അക്രോസ് ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, ഇൻലെറ്റും ഔട്ട്ലെറ്റ് ഫ്ലാഞ്ചസിന് ഇടയ്ക്കുള്ള ഒരു ഹെഡാണ് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത്
Which among the following is the correct equation of total pressure head? Total head equal to static head plus friction loss plus static lift. Okay, so option B is the correct answer. Next question. Which among the following pump works on the principle of two interlocking gears? രണ്ട് interlocking gears ന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ ആണോ, അല്ല റെസിപ്രോക്കേറ്റിംഗ് ആണോ, ഗിയർ പമ്പ് ആണോ, ഡയഫ്രം പമ്പ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഗിയർ പമ്പ് ആണ്. സോ ഗിയർ പമ്പിന്റെ ബേസിക് ലേ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മേക്സ് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടു ഗിയേഴ്സ് ഇൻ മെഷ് ഇൻ ഓർഡർ ടു ജനറേറ്റ് ദ പമ്പിംഗ് ആക്ഷൻ. ഓക്കെ, അതായത് പമ്പിംഗ് ആക്ഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് എന്താണ് രണ്ട് ഗിയർ, രണ്ട് എന്താ പറയാ, രണ്ട് മെഷ്ഡ് ആയിട്ടുള്ള രണ്ട് ഗിയർ ആണ് യൂസ് ചെയ്യുന്നത് ഗിയർ പമ്പിൽ. ദേ ആർ കോമ്പാക്ട്, റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഹാവ് ഫ്യൂ മൂവിംഗ് പാർട്സ്. ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് പമ്പ്സ് ഫോർ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പവർ ആപ്ലിക്കേഷൻസ്. കമ്പാരിറ്റീവ്ലി വിസ്കസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ലിക്വിഡ്സ് എല്ലാം പമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പ് ടൈപ്പ് ആണ് ഗിയർ പമ്പ്. There are basically two types of gear pumps. First one is the external gear pump and second one is the internal gear pump. സോ ഇവിടെ രണ്ട് ടൈപ്പ് പമ്പാണ് കാണിച്ചിട്ടുള്ളത്, എക്സ്റ്റേണൽ ഗിയർ പമ്പും അതുപോലെ തന്നെ ഇന്റേണൽ ഗിയർ പമ്പും. ഇനി ഇതിനകത്ത് എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പമ്പ് ഹൗസിംഗ് ഇൻ വിച്ച് എ പെയർ ഓഫ് പ്രിസൈസ്ലി മെഷീൻഡ് മെഷിംഗ് ഗിയേഴ്സ് runs with minimal radial and axial clearance. One of the gears called a driver. The driver drives the another gear called follower. അതായത് ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് മെഷിംഗ് ഗിയേഴ്സ് ആണ്, അതിനകത്ത് ഒന്ന് ഡ്രൈവറും മറ്റേത് എന്താണ് ഡ്രിവണും ആണ്. ഓക്കെ, the driver drives the another gear called a follower. As teeth of the two gears separate, the fluid from the pump inlet gets trapped between the rotating gear cavities and a pump housing. The trapped fluid is then carried around the periphery of the pump casing and delivered to the outlet port. ഇങ്ങനെയാണ് നമുക്ക് എക്സ്റ്റേണൽ ഗിയർ പമ്പിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഓക്കെ, അതേസമയം അതിന്റെ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ the mechanical clearances are small in order of 10 micrometer. The tight clearances along with the speed of rotation effectively prevent the fluid from leaking backward. Backward leaking prevent ചെയ്യാനായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ക്ലിയറൻസ് ആണ് എക്സ്റ്റേണൽ ഗിയർ പമ്പിൽ കൊടുത്തിട്ടുള്ളത്. The rigid design of the gears and houses allow for very high pressures and the ability to pump highly viscous fluid. A rigid design of gears and houses allow for very high pressures and ability to pump highly viscous fluid. Highly viscous fluid പമ്പ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആണ് ഗിയർ പമ്പിൽ ചെയ്തിട്ടുള്ളത്. They are limited to a maximum working pressure of 210 bars, that is 21,000 kilopascal, and a maximum speed of 3000 rpm. ഇതാണ് നമുക്ക് എക്സ്റ്റേണൽ ഗിയർ പമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത് അടുത്ത് വരുന്ന കാറ്റഗറി ഇന്റേണൽ ഗിയർ പമ്പ്സ്. It consists of an internal gear, a regular spur gear, a crescent-shaped seal, and an external housing. As power is applied to either gear, the motion of the gear draws the fluid from the section and forces it around both sides of the crescent seal.
This acts as a seal between the suction and a discharge port. When teeth mesh on the side opposite to the crescent seal, the fluid is forced out through the discharge port of the pump. അതായത് ഇവിടെ നമുക്ക് എന്താണ് ഇന്റേണൽ ഗിയർ നമുക്ക് ഫിഗറിൽ കാണിച്ചിട്ട് ഇതാണ് ഇന്റേണൽ ഗിയർ, ഈ പുറമെ കാണിച്ചിട്ടുള്ളതാണ് എക്സ്റ്റേണൽ ഗിയർ. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചന്ദ്രക്കര പോലെയുള്ള ഒരു ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ക്രസന്റ് ഷേപ്ഡ് സീൽ എന്ന് പറയുന്നത്. As the power is applied to either gear, the motion of the gear draws the fluid from the section and forces it around the sides of the crescent seal. പവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഗിയറിന്റെ മൂവ്മെന്റ് കൊണ്ട് എന്താണ് ഉണ്ടാകുന്ന സെക്ഷൻ forces it around the both sides of the crescent seal. This acts as a seal between suction and discharge port. അതായത് സക്ഷനും ഡിസ്ചാർജ് പോർട്ടിനും ഇടയ്ക്കുള്ള ഒരു സീലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രസന്റ് സീല് ആക്ട് ചെയ്യുന്നത്. When the teeth mesh on side opposite to the crescent seal, the fluid is forced out through the discharge port of the pump, similar to the external pump. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റേണൽ ഗിയർ പമ്പ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസ് ഓഫ് ഗിയർ പമ്പ്, ദേ ആർ സെൽഫ് പ്രൈമിംഗ്, then they give constant delivery for a given speed, they are compact and light in weight, then volumetric efficiency of gear pump is high. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് സെൽഫ് പ്രൈമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. Then regarding the disadvantages of gear pump, the liquid to be pumped must be clean, otherwise it will damage the pump. നമ്മൾ ഹെവിലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് നമ്മൾ പമ്പ് ചെയ്യാന്നുണ്ടെങ്കിലും എന്താണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ പമ്പ് ചെയ്യേണ്ടത്. അതർവൈസ് അത് എന്ത് ചെയ്യും, അത് ഡാമേജ് ആവും, പമ്പിനെ ഡാമേജ് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ ആവും. Then variable speed drives are required to change the delivery. Variable speed drives are required to change the delivery of the pump. Then if they run dry, they can if they run dry, parts can be dry ആയിട്ട് ഡ്രൈ റൺ ആണെങ്കിൽ അതിന്റെ പാർട്സ് എല്ലാം ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following pump is used to deliver compressible substance like air? അതായത് കംപ്രസിബിൾ സബ്സ്റ്റൻസ് എയർ പോലെയുള്ള കംപ്രസിബിൾ സബ്സ്റ്റൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി താഴെ തന്നിട്ടുള്ള ഏത് പമ്പാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാനാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അതുപോലെ ഗിയർ പമ്പും ഹെവിലി വിസ്കസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ് ഗിയർ പമ്പ് ചെയ്യുന്നത്. അതേസമയം ഡയഫ്രം പമ്പ് എന്താണ് യൂസ് ചെയ്യാറുണ്ട്. ഡയഫ്രം പമ്പ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഗ്യാസസ് എന്ന് പറയുന്നത് കംപ്രസിബിൾ ആണ്. അപ്പൊ കംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാനായിട്ട് നമ്മൾ മോസ്റ്റ്ലി തന്നിട്ടുള്ളത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡയഫ്രം പമ്പാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, how many types of impellers exist for centrifugal pump? Centrifugal പമ്പിന് എത്ര ടൈപ്സ് ഓഫ് ഇമ്പലേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. Impeller എന്ന് പറയുമ്പോൾ എന്താണ്? Impeller is the rotating part in a pump. It provides with a series of backward curved vanes. ഫിഗറിൽ കാണിച്ചിട്ട് ബാക്ക്വേർഡ് കർവ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വെയിൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിനെയാണ്, റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ ഇംപെല്ലർ എന്ന് പറയുന്നത്. It is made of cast iron or non-ferrous metals. It is mounted on the shaft of the pump. There are 3 types of impellers: closed, semi-closed and open impeller. 3 ടൈപ്പ് ഇംപെല്ലർ ആണ് നമുക്ക് വരുന്നത്. ഓപ്പൺ ഇംപെല്ലർ, സെമി ക്ലോസ്ഡ് ഇംപെല്ലർ ആൻഡ് അതുപോലെ തന്നെ ക്ലോസ്ഡ് ടൈപ്പ് ഇംപെല്ലർ. ഇപ്പൊ ക്ലോസ്ഡ് ടൈപ്പ് ഇംപെല്ലർ ആകുമ്പോൾ കർവ്ഡ് വെയിൻസ് ആർ ഷ്രൗഡഡ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, കർവ്ഡ് വെയിൻസ് ആർ impeller vanes already ഉണ്ടെന്ന് പറഞ്ഞു. So curved vanes are shrouded on both sides of the impeller. The closed impeller provides better guidance for the liquid and is more efficient. ഏറ്റവും efficient ആയിട്ടുള്ള impeller type ആണ് ഇത്, closed type impeller. It is suitable for low viscous liquids and the liquid must be pure and comparatively free from debris. അതായത് പ്യൂർ ആയിട്ടുള്ള ലിക്വിഡ് മാത്രമേ നമുക്ക് ക്ലോസ്ഡ് ഇംപെല്ലറിൽ പമ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then example വരുന്നത് ordinary water, hot water, oils, chemicals, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലോസ്ഡ് ടൈപ്പ് ഇംപെല്ലർ വെച്ചുകൊണ്ട് നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇനി അടുത്ത് വരുന്നത് സെമി ക്ലോസ്ഡ് ഇംപെല്ലർ. സെമി ക്ലോസ്ഡ് ഇംപെല്ലറിൽ കർവ്ഡ് വെയിൻസ് ഓഫ് സെമി ക്ലോസ്ഡ് ഇംപെല്ലർ ആർ ഷൗഡഡ് ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ മാത്രമുള്ള ടൈപ്പിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സെമി ക്ലോസ്ഡ് ഇംപെല്ലർ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഇംപെല്ലർ ഈസ് യൂസ്ഡ് ഫോർ പമ്പിംഗ് ലിക്വിഡ് കണ്ടെയ്നിങ് സ്മോൾ ഡെബ്രീസ് സച്ച് എസ് സീവേജ് വാട്ടർ, പേപ്പർ പൾപ്പ്, ഷുഗർ മൊളാസസ് എക്സെട്ര. അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഹെവി ആയിട്ടുള്ള ലിക്വിഡ്സിനെല്ലാം പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഇംപെല്ലർ ആണ് സെമി ക്ലോസ്ഡ് ഇംപെല്ലർ. ഓക്കെ, ഇനി അടുത്തത് ഓപ്പൺ ഇംപെല്ലർ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇംപെല്ലർ the vanes are attached to a central hub with web plates. There is no shroud plate. This used for pumping liquid containing large debris such as sand, clay, pebble, etc. അതായത് ഹെവി ആയിട്ടുള്ള സ്ലറീസ് പോലെയുള്ള അല്ലെങ്കിൽ സാൻഡ് പോലെയുള്ള ലിക്വിഡ്, സാൻഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ലിക്വിഡ്സ് എല്ലാം പമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇംപെല്ലർ ടൈപ്പാണ് ഓപ്പൺ ഇംപെല്ലർ. As it performs rough works, vanes are made of forged steel. അതായത് ഹെവി ആയിട്ടുള്ള വെയിൻസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. കാരണം ഹെവി ആയിട്ടുള്ള സ്ലറീസ് പോലെയുള്ള ലിക്വിഡ് പമ്പിങ് ആയതുകൊണ്ട് എന്താണ് അതിന്റെ സ്ട്രെങ്തും കൂടുതലായിരിക്കണം. സോ ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ. അപ്പൊ അതാണ് ഓപ്പൺ ഇംപെല്ലർ. ഇപ്പൊ ഇവിടെ എത്ര ടൈപ്പ് ഇംപെല്ലർ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിന് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 2, 3 ടൈപ്പ് ഇംപെല്ലർ ആണ് ഇതിനുള്ളത്, സെൻട്രിഫ്യൂഗൽ പമ്പിന് ഉള്ളത്. ഓക്കെ, next question. On which among the following principle is the operation of pumps based? അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഓപ്പറേഷൻ ഓഫ് പമ്പ് ബേസ് ചെയ്യുന്ന ലോ ഏതാണ്? പാസ്കൽസ് ലോ ആണോ, ന്യൂട്ടൺസ് ലോ ആണോ, ബെർണോളിസ് ആണോ, അവോഗഡ്രോസ് ലോ ആണോ ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ വരുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Pascal's law. Pascal's law states that a pressure applied to a fluid in a closed container is transmitted equally to every point of the fluid and the walls of the container. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ അപ്ലൈഡ് to a fluid in a closed container is transmitted equally to every point of the fluid and walls of the container. അതാണ് Pascal's law, equal transmission of pressure. ഇനി ബെർണോളിസ് ഇക്വേഷൻ വരുന്നത് ഇൻ ആൻ ഐഡിയൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് വെൻ ദ ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കോൺസ്റ്റന്റ് അലോങ് ദ സ്ട്രീം ലൈൻ. അതായത് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഐഡിയൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ കേസിൽ അസംഷൻ വരുന്നത് ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് അബൌട്ട് ബെർണോളിസ് ഇക്വേഷൻ. തേർഡ് വൺ, Avogadro's law. Under the same conditions of temperature and pressure, equal volumes of different gases contain equal number of molecules. വളരെ ബേസിക് ആയിട്ട് നമ്മൾ പ്രൈമറി അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അവോഗഡ്രോസ് ലോ. സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഈക്വൽ വോളിയൂംസ് ഓഫ് ഡിഫറെന്റ് ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. ഓൺ വിച്ച് among the following principle is the operation of pumps based? അതായത് ബെർണോളിസ് ഇക്വേഷൻ. ഓപ്ഷൻ 3 is the correct answer. Next question. In which among the following type of pump there is inline input and output of the liquid? അതായത് ഏത് there is inline inputഉം inline outputഉം ഏത് ടൈപ്പ് ഓഫ് പമ്പിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഇംപെല്ലർ പമ്പിലാണ് നമുക്ക് ഇൻലൈൻ ഇൻപുട്ടും അതുപോലെ തന്നെ ഇൻലൈൻ ഔട്ട്പുട്ടും ഓഫ് ദ ലിക്വിഡ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഫംഗ്ഷൻ ഓഫ് എ ഫുട്ട് വാൽവ് ഈസ് എന്തിനാണ് ഫുട്ട് വാൽവ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ടു അവോയ്ഡ് സഡൻ ബാക്ക് ഫ്ലോ ഓൺ സ്റ്റോപ്പിംഗ് ഫോർവേഡ് ഫ്ലോ. അതായത് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനാണ്, സഡൻ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ പമ്പിൽ എന്ത് ചെയ്യുന്നത്, ഫുട്ട് വാൽവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following unit is used to measure the power of a pump? പമ്പിന്റെ പവർ നമ്മൾ താഴെ തന്നിട്ടുള്ള ഏത് യൂണിറ്റിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് ന്യൂട്ടൺ, സെക്കൻഡ് വൺ ജൂൾ, തേർഡ് വൺ ഹെർട്സ്, ഫോർത്ത് വൺ 4 ഹോഴ്സ് പവർ. നമുക്കറിയാം ഇപ്പോൾ 1 HP പമ്പ് അല്ലെങ്കിൽ 1/2 HP പമ്പ് എന്നെല്ലാം നമ്മൾ പറയാറ്. ഇപ്പോൾ ഹോഴ്സ് പവർ ആണ് നമുക്ക് പമ്പിന്റെ യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. It is the horsepower. So 1 horsepower is equal to 746 watts. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. 1 horsepower is equal to 746 watts. Next question, which among the following parameter of a pump is directly proportional to the diameter of the impeller? അതായത് താഴെ തന്നിട്ടുള്ളതിൽ എന്താണ്, താഴെ തന്നിട്ടുള്ള പമ്പിന്റെ പാരാമീറ്റേഴ്സിൽ ഏതൊക്കെയാണ് പമ്പിന്റെ ഡയമീറ്റർ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എഫിഷ്യൻസി, കപ്പാസിറ്റി, സൈസ് ആൻഡ് ഓൾ ഓഫ് ദീസ്. നമുക്കറിയാം ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ദ കപ്പാസിറ്റി ഓർ ദ ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇംപെല്ലർ ഡയമീറ്റർ. നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ അവൈലബിൾ ആണ്. Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി, that is area is equal to pi into d1 into b1 into velocity of flow vf1. So that is equal to pi into d2 into b2 into vf2. ഇതാണ് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ, where b1 and b2 are the width of the impeller at the inlet and outlet, and vf1 and vf2 are velocity of flow at inlet and outlet. ഇപ്പൊ ഇവിടെ capacity അല്ലെങ്കിൽ flow rate is directly proportional to impeller diameter. Then discharge head is directly proportional to square of the diameter. Then power is directly proportional to cube of the diameter. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഉത്തരം ഇവിടെ വരുന്നത് കപ്പാസിറ്റി. ഓക്കെ, കപ്പാസിറ്റി ഈസ് ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇംപെല്ലർ ഡയമീറ്റർ. സോ ആൻസർ 2 ഇതാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തേതാണ് കറക്റ്റ് ആൻസർ, കപ്പാസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following type of valve is used to control the building up of excessively high pressure in the pump? ഏത് ടൈപ്പ് വാൽവ് ആണ് എക്സസീവ് ഹൈ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം പ്രഷർ റിലീസ് വാൽവ്. പ്രഷർ റിലീസ് വാൽവ്. A pressure release valve is a safety device designed to protect a pressurized vessel or system during an over pressure event. പ്രഷർ റിലീഫ് വാൽവ് നമ്മൾ കേട്ടിട്ടുണ്ട്, സാധാരണ രീതിയിൽ നമ്മൾ കുക്കറിലെല്ലാം പ്രഷർ റിലീഫ് വാൽവ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്, ഡിസൈൻ ടു പ്രൊട്ടക്ട് എ പ്രഷറൈസ്ഡ് വെസൽ ഓർ സിസ്റ്റം ഡ്യൂറിങ് ആൻ ഓവർ പ്രഷർ ഇവന്റ്. ഗ്ലോബ് വാൽവ് ആൻഡ് നീഡിൽ വാൽവ് ആർ ഫ്ലോ കൺട്രോൾ വാൽവ്. അപ്പൊ ഓപ്ഷൻസിൽ ഗ്ലോബ് വാൽവ്, നീഡിൽ വാൽവ് ഒക്കെ അതൊക്കെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന വാൽവുകളാണ്. ഗേറ്റ് വാൽവ് എന്ന് പറയുന്നത് ഫ്ലോ ഐസൊലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് ഗേറ്റ് വാൽവ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളതിൽ എക്സസീവ് ഹൈ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാൽവ് എന്ന് പറയുന്നത് പ്രഷർ റിലീസ് വാൽവ്. ഓക്കെ, സോ ഓപ്ഷൻ 3 is the correct answer. In next question, which among the following type of pump has external gears attached to lobe? External ലോബിനോട് കൂടി external gears attach ചെയ്തിട്ടുള്ള താഴെ തന്നിട്ടുള്ള ഏത് പമ്പിലാണ് എന്നുള്ളതാണ് ചോദ്യം. എക്സ്റ്റേണൽ ഗിയർ പമ്പിലാണ് നമുക്ക് ലോബുകളും കൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്താണ്, അതുപോലെ തന്നെ ഇന്റേണൽ ഗിയർ പമ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആൾറെഡി നമ്മൾ ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നെയാണ്. അപ്പൊ ആ ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. വിച്ച് among the following type of pump has external gears attached to lobe? എക്സ്റ്റേണൽ ഗിയർ പമ്പിലാണ് എക്സ്റ്റേണൽ ഗിയേഴ്സ് ഉള്ളത്. ഓപ്ഷൻ 2 is the correct answer. ഇനി ലോബ് പമ്പ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ പമ്പ് നമുക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പമ്പ് അവൈലബിൾ ആണ്. എ വേരിയേഷൻ ഓഫ് ദ ബേസിക് ഗിയർ പമ്പ്
lobe pumps are similar to external gear pumps in operation. The gears in these pumps are replaced with lobes which usually consist of 3 teeth. ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഷേപ്പിനെയാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗറിൽ ഈ ഒരു ഷേപ്പ്. അപ്പൊ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ലോബ് ഇവിടെ അവൈലബിൾ ആണ്. Unlike the external gear pumps, both the lobes are driven externally so that they do not actually make contact with each other. External driven ആയിട്ടുള്ള 2 ഇതാണ് അറേഞ്ച്മെന്റ് ആണ് ഇത് ലോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ they do not actually make contact with each other. Okay, so that is a speciality of lobe pump, which is also an example of external gear pump. ഇനി അടുത്തത്, which among the following type of pump is used for transporting slurry liquids like cow dung? അതായത് cow dung പോലെയുള്ള slurry liquids പമ്പ് ചെയ്യാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദ്യം. നമുക്കറിയാം ഗിയർ പമ്പ് ആണ് നമുക്ക് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലറി പോലെയുള്ള ലിക്വിഡ്സ് എല്ലാം പമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗിയർ പമ്പ് ആണ്. ഗിയർ പമ്പ് അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് റിജിഡ് ഡിസൈൻ ആണ്. ഗിയർ പമ്പ് ആർ one of the most common types of positive displacement pump because of their consistency in the processing fluids and the type of fluids that flow through them. അതുകൊണ്ട് ഏറ്റവും ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലറി പോലെയുള്ള ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് എല്ലാം നമ്മൾ പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണ്? ഗിയർ പമ്പ്. So option 1 is the correct answer. Next question, which among the following force is responsible for increasing the pressure in the centrifugal pump? Centrifugal pump il nammal pressure increase cheyyumbo ഏത് ഫോഴ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്? ആ പ്രഷർ ബിൽഡപ്പിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പേര് പറയുന്ന പോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലൂയിഡ് ഈസ് ത്രോൺ അവേ ത്രൂ ദ ഡെലിവറി സൈഡ് ത്രൂ ദ ഡിസ്ചാർജ് പൈപ്പ്. ഓക്കെ, സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is true for a reciprocating pump? താഴെ തന്നിട്ടുള്ളതിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണോ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഉത്തരം വരുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആർ ആക്ച്വലി ഹാൻഡ്ലിംഗ് എ ഫിക്സഡ് വോളിയം ഓഫ് ലിക്വിഡ് അറ്റ് എനി പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു ഫിക്സഡ് വോളിയം ഓഫ് ലിക്വിഡിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അതിനെ പിന്നെ ഡെലിവറി സൈഡിലേക്ക് അല്ലെങ്കിൽ ഡിസ്ചാർജ് സൈഡിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് ഇത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈം. സോ അറ്റ് എനി പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഫിക്സഡ് വോളിയം ഓഫ് ലിക്വിഡ് വിൽ ബി ട്രാപ്ഡ് ഇൻസൈഡ് ദ സിലിണ്ടർ which will be pumped using the reciprocating motion of the piston to the delivery side or the discharge side. അതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ പ്രത്യേകത. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് is an example of positive displacement pump. So option 1 is the correct answer. Next one, which among these is not the pump manufacturer? താഴെ തന്നിട്ടുള്ളതിൽ പമ്പ് മാനുഫാക്ചർ അല്ലാത്ത കമ്പനി ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ശക്തി പമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കിർലോസ്കർ കേട്ടിട്ടുണ്ട്, KSB പമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ HCL എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസറീസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കണക്റ്റഡ് വിത്ത് മാനുഫാക്ചർ ഓഫ് പമ്പ്. ഇവിടെ ഓപ്ഷൻ വരുന്നത് HCL ആണ്. HCL is the പമ്പ് കമ്പനി അല്ല. HCL എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ലീഡിംഗ് പമ്പ് മാനുഫാക്ചറിങ് കമ്പനി ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത് കിർലോസ്കർ, രണ്ടാമത്തേത് CRI, then സുഗുണ, ടെക്സ്മോ, ബെസ്റ്റാൻ, KSB, റോട്ടോ, ശക്തി. ഇതെല്ലാം നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള പേരുകളാണ്, പമ്പ് മാനുഫാക്ചറിങ് കമ്പനികളാണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് HCL എന്ന് പറയുന്ന കമ്പനി ഒന്നും ഇല്ല. HCL is the കമ്പ്യൂട്ടർ ആക്സസറീസ് ആൻഡ് PC മാനുഫാക്ചറിങ് കമ്പനി. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് HCL. ഓപ്ഷൻ 4 is the correct answer. ഇനി അടുത്തത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ഓപ്പറേറ്റ് ബൈ ഡ്രോയിങ് ഡാഷ് ഇൻ ടു ദ ചേംബർ. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ചേംബറിലേക്ക് എന്ത് പമ്പ് ചെയ്തുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ലിക്വിഡ് ആണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ ഡിവൈസ് in which the liquid is transferred positively by to and fro motion of the piston or plunger. ഇപ്പൊ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ പോലെ തന്നെ ഒരു എഞ്ചിൻ സിലിണ്ടറിനകത്ത് എന്താണ് ഒരു പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാവിംഗ് ടു ആൻഡ് ഫ്രോ മോഷൻ. Okay, and at any point of time the fixed volume of fluid will be filled into the engine cylinder and the same is being delivered through the delivery side. ഇപ്പോൾ ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റൺ എന്ത് ചെയ്യും?
ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് സക്ഷൻ സ്ട്രോക്ക്, അടുത്ത ഡെലിവറി സ്ട്രോക്ക്, പിന്നെ സക്ഷൻ ഡെലിവറി, അങ്ങനെ മാറി മാറി വരും. So here it is attached to a connecting rod and there is a crank and crank is rotating and this rotary motion is converted into reciprocating motion of the piston by using a connecting rod. Okay, so this is the suction side and this is the delivery side. So that is the working of reciprocating pump. If the pump have a piston, it is called a piston pump, or if the pump have a plunger, it is called a plunger pump. Plunger ആണോ piston ആണോ എന്നുള്ളതനുസരിച്ച് അതിന് നമ്മൾ പിസ്റ്റൺ പമ്പ് എന്നും പറയാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്ലഞ്ചർ പമ്പ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ഓപ്പറേറ്റ് ബൈ ഡ്രോയിങ് ലിക്വിഡ് ഇൻ ടു ദ ചേംബർ. ഓക്കെ, ലിക്വിഡിന് ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് ലിക്വിഡ് ഈസ് ബീങ് ഹാൻഡിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം inside the cylinder and that the same is being discharged or pumped to the delivery side. Next question, which of the following is not a rotary pump? താഴെ തന്നിട്ടുള്ളതിൽ റോട്ടറി പമ്പ് ഏതാണ്, അല്ലാത്ത ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഗിയർ പമ്പ്, പെയിൻ പമ്പ്, സ്ക്രൂ പമ്പ് എല്ലാം എന്താണ്, റോട്ടറി പമ്പാണ്. ഓക്കെ, അതേസമയം ആക്സിയൽ പമ്പ് എന്ന് പറയുന്നത് റോട്ടറി പമ്പ് അല്ല. ഓക്കെ, സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. In 19th question, centrifugal pumps transport fluids by converting. സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് ഫ്ലൂയിഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ടു ഹൈഡ്രോഡൈനാമിക് ആണോ, അല്ല ഹൈഡ്രോഡൈനാമിക് ടു കൈനറ്റിക് ആണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ട്രാൻസ്പോർട്ട് ഫ്ലൂയിഡ്സ് ബൈ കൺവേർട്ടിംഗ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ഹൈഡ്രോഡൈനാമിക് എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയെ ഹൈഡ്രോഡൈനാമിക് എനർജി അല്ലെങ്കിൽ പ്രഷറൈസേഷൻ എനർജി അതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ, ബൈ കൺവേർട്ടിംഗ് rotational kinetic energy to hydrodynamic energy. Next question, alignment methods of pumps do not include. അതായത് പമ്പിൽ അലൈൻമെന്റ് മെത്തേഡ് താഴെ തന്നിട്ടുള്ള ഏതാണ് ഇൻക്ലൂഡ് ആവാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രഷർ ഗേജ്, അലൈൻമെന്റ് മെത്തേഡ് ഓഫ് പമ്പ് ഡു നോട്ട് ഇൻക്ലൂഡ് പ്രഷർ ഗേജ്. അതായത് 3 most prevalent alignment methods practiced in the pump industry worldwide is the straight edge and feeler gauge, then dial indicator, then laser optic. ഇതെല്ലാം എന്താണ്, പമ്പിന്റെ അലൈൻമെന്റ് മെത്തേഡുകളാണ്. പക്ഷെ അതിനകത്ത് പ്രഷർ ഗേജ് എന്ന് പറയുന്നത് പ്രഷർ മെഷർ ചെയ്യാനായിട്ടുള്ള ഡിവൈസ് ആണ്, അത് ഒരിക്കലും അലൈൻമെന്റ് മെത്തേഡ് വരുന്നില്ല. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the mechanical causes of vibrations in a pump may not include. മെക്കാനിക്കൽ കോസസ് ഓഫ് വൈബ്രേഷൻ ഇൻ പമ്പ്, അതായത് പമ്പിൽ വൈബ്രേഷൻ വരാനായിട്ടുള്ള താഴെ തന്നിട്ടുള്ള കാരണം ഏതല്ല എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. മെക്കാനിക്കൽ കോസസ് ഓഫ് വൈബ്രേഷൻ പമ്പ് മേ നോട്ട് ഇൻക്ലൂഡ്. അതിനകത്ത് ഏതൊക്കെ, വാട്ടർ ഹാമർ ആണോ ബെൻഡ് ഷാഫ്റ്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ഹാമർ. കാരണം വാട്ടർ ഹാമർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പ്രഷർ സർജ് ഓർ വേവ് കോസ്ഡ് വെൻ എ ഫ്ലൂയിഡ് ഇൻ മോഷൻ, യൂഷ്വലി എ ലിക്വിഡ് ബട്ട് സംടൈംസ് ആൾസോ എ ഗ്യാസ് ഈസ് ഫോഴ്സ്ഡ് ടു സ്റ്റോപ്പ് ഓർ ചേഞ്ചസ് ഡയറക്ഷൻസ്. പെട്ടെന്നുള്ള ഒരു വാൽവ് ക്ലോഷർ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുള്ള ഒരു ബ്ലോക്കേജ് കൊണ്ട് എന്താണ് ആ ഫ്ലൂയിഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യോ അതല്ല അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുകയോ ചെയ്യുമ്പോൾ വരുന്ന ഒരു എഫക്റ്റ് ആണ് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. ഒരിക്കലും വാട്ടർ ഹാമർ കൊണ്ട് മെക്കാനിക്കൽ വൈബ്രേഷൻ ഒന്നും അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഇലക്ട്രിക് സബ്മേഴ്സിബിൾ പമ്പ്. നമ്മൾ വീടുകളിലെല്ലാം ഉപയോഗിക്കാറുണ്ട്, ബോർവെല്ലെല്ലാം നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇലക്ട്രിക് സബ്മേഴ്സിബിൾ പമ്പ് എന്നുള്ളത് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1, മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഓപ്പറേറ്റിംഗ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. നമ്മൾ വീടുകളിലെല്ലാം എന്താണ് സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യാറുണ്ട്, ബോർവെല്ലിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. Pumping action is happening in stages. The electrical submersible pump, typically called an ESP, is an efficient and reliable
artificial lift method for lifting moderate to high volumes of fluids from well bores. ബോർവെല്ലിൽ നിന്ന് എന്താണ് ആർട്ടിഫിഷ്യൽ ലിഫ്റ്റ് മെത്തേഡ് ഫോർ ലിഫ്റ്റിംഗ് മോഡറേറ്റ് ടു ഹൈ വോളിയൂംസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഒരുപാട് ഡെപ്തിലുള്ള ബോർവെല്ലുകളിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പമ്പുകളാണിത്. ഇലക്ട്രിക്കൽ സബ്മേഴ്സിബിൾ പമ്പ്. ദേ ആർ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് സബ്മേഴ്സിബിൾ പമ്പ്സ് ആർ യൂസ്ഡ് ഇൻ. സബ്മേഴ്സിബിൾ പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സീവേജ് പമ്പിംഗ് ആണോ വാട്ടർ വെൽസിലൊക്കെയാണ് ആണോ എന്നുള്ളതാണ് ചോദ്യം. Submersible pumps has the following applications. Single stage pumps are used for drainage, sewage pumping, general industrial pumping and slurry pumping. They are also popular with pond filters. Single stage pump നമ്മൾ ഈ പറയുന്ന അപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അതേസമയം മൾട്ടി സ്റ്റേജ് സബ്മേഴ്സിബിൾ പമ്പ് ആണെങ്കിൽ they are typically lowered down a borehole and most typically used for residential, commercial, municipal and industrial water extraction, വാട്ടർ വെൽസ് ആൻഡ് ഇൻ ഓയിൽ. സബ്മേഴ്സിബിൾ മൾട്ടി സ്റ്റേജ് പമ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന പമ്പുകളാണ് മൾട്ടി സ്റ്റേജ് സബ്മേഴ്സിബിൾ പമ്പ്. സബ്മേഴ്സിബിൾ പമ്പ്സ് ആർ ആൾസോ യൂസ്ഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, സീ വാട്ടർ ഹാൻഡ്ലിംഗ്, ഫയർ ഫൈറ്റിംഗ്, വാട്ടർ വെൽ ആൻഡ് ഡീപ് വെൽ ഡ്രില്ലിംഗ്, ഓഫ് ഷോർ ഡ്രില്ലിംഗ് എക്സെട്ര. ഈ പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലും നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എവിടെയൊക്കെയാണ് സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യുന്നതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 4 ഓൾ ഓഫ് ദീസ്. ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും സബ്മേഴ്സിബിൾ പമ്പിന് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ആർ സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ്. റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് പമ്പ് താഴെ തന്നിട്ടുള്ളതിൽ ഏതിലാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് മെയിൻ ആയിട്ട് works well with a wide range of viscosities, particularly high viscosity. അതായത് ഹൈ വിസ്കസ് ആയിട്ടുള്ള ഓയിൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, പമ്പ് കാവിറ്റേഷൻ ഈസ് പ്രിവെന്റഡ് ഇൻ. പമ്പ് കാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പമ്പ് കാവിറ്റേഷൻ ഈസ് പ്രിവെന്റഡ് ഇൻ. സബ്മേഴ്സിബിൾ പമ്പിൽ പമ്പ് കാവിറ്റേഷൻ പ്രിവെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് കാരണം? The submersible pump, the whole assembly is submerged in the fluid to be pumped. The main advantage of this type of pump is that it prevents the pump cavitation. Cavitation in a liquid jet pump results from high jet velocities, low NPSH pressure or low discharge pressure. ഈ പറയുന്ന കാരണങ്ങളിലെല്ലാം കൊണ്ട് ജെറ്റ് പമ്പിൽ വരുന്ന അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ വരുന്ന ഒരു എന്താണ് നെഗറ്റീവ് എഫക്റ്റ് ആണ് കാവിറ്റേഷൻ. പക്ഷേ സബ്മേഴ്സിബിൾ പമ്പ് ഫുൾ ആയിട്ട് തന്നെ ലിക്വിഡിൽ ഇറക്കി വെക്കുന്നതുകൊണ്ട് അതിനകത്ത് കാവിറ്റേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. സോ പമ്പ് കാവിറ്റേഷൻ ഈസ് പ്രിവെന്റഡ് ഇൻ സബ്മേഴ്സിബിൾ പമ്പ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഐ മീൻ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. A fixed volume of liquid is being handled, sucked into the engine cylinder, sucked into the pump cylinder, and that is the same is being discharged to the discharge stroke to the delivery side. So it is a positive displacement pump. Option 2 is the correct answer. ഇനി അടുത്ത ചോദ്യം, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു. അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So classification of reciprocating pump include according to suction of liquid. എങ്ങനെയാണ് ലിക്വിഡ് സക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് സിംഗിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ ആക്ടിംഗ് പമ്പ് ഉണ്ട്. Then second classification is based on number of cylinders. It can be a single cylinder pump or it can be a double cylinder or it can even be a triple cylinder pump. Then classification according to existence of air vessel, with air vessel, pump without air vessel. ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലുള്ളത്. ഇപ്പോൾ തന്നിട്ടുള്ളതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സിന് ബേസ് ചെയ്തിട്ടാണ് സൂട്ടബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊന്നും ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ അല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. കൊറോഷൻ ഇൻ ദ പമ്പ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് പമ്പിൽ കൊറോഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് കാരണമാണ്. ഓരോ ഫ്ലൂയിഡ് ഓരോ രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പൊ ആ ഇന്ററാക്ഷൻ കൊണ്ട് ആ ഫ്ലൂയിഡ് ഏത് രീതിയിലാണ്
അവിടെ ഇന്ററാക്ട് ചെയ്യുന്നത്, പമ്പ് മെറ്റീരിയലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ച് അവിടെ കൊറോഷൻ ഡെവലപ്പ് ചെയ്യാം. എക്സ്റ്റെന്റ് ഓഫ് കൊറോഷൻ വിൽ ഓൾസോ ബി ഡിഫറെന്റ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 2, പമ്പിന്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് കൊണ്ടാണ് കൊറോഷൻ മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The areas come under the pump maintenance program are, പമ്പ് മെയിൻ്റനൻസ് പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് പമ്പ് പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് പമ്പ് സിസ്റ്റം അനാലിസിസ്. ദെൻ രണ്ടാമത്തേത് വൈബ്രേഷൻ മോണിറ്ററിംഗ്. മൂന്നാമത്തേത് ബെയറിംഗ് ടെമ്പറേച്ചർ. ഇതെല്ലാം മെയിൻ്റനൻസിന്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദീസ്, പമ്പ് മെയിൻ്റനൻസ്, പെർഫോമൻസ് മോണിറ്ററിംഗ്, പമ്പ് സിസ്റ്റം അനാലിസിസ്, വൈബ്രേഷൻ മോണിറ്ററിംഗ്, ബെയറിംഗ് ടെമ്പറേച്ചർ എല്ലാം തന്നെ മെയിൻ്റനൻസ് ഷെഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ ഡെയിലി മെയിൻ്റനൻസ്, ചെക്ക് ഫോർ പമ്പ് മോട്ടോർ ആൻഡ് അതർ ആക്സസറീസ്, ചെക്ക് കപ്ലിംഗ് ബുഷസ് ഓർ റബ്ബർ സ്പൈഡർ. മൂന്നാമത്തെ ചെക്ക് സ്റ്റഫിംഗ് ബോക്സ്, ഗ്ലാൻഡ് എക്സെട്ര. അതാണ് ഡെയിലി മെയിൻ്റനൻസ് വരുന്നത്. പിന്നെ റൊട്ടീൻ ഒബ്സർവേഷൻസ് ഓഫ് ഇറഗുലാരിറ്റീസ്. അതുപോലെ മൂന്നാമത്തേത് റെക്കോർഡ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. ആൻഡ് നാലാമത്തേത് മന്ത്ലി മെയിൻ്റനൻസ്. അഞ്ചാമത്തേത് ക്വാർട്ടർലി മെയിൻ്റനൻസ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പമ്പിന്റെ റെഗുലർ മെയിൻ്റനൻസ് പ്രോഗ്രാമിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. അതുപോലെ ആനുവൽ ഇൻസ്പെക്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പമ്പ് മെയിൻ്റനൻസ് പ്രോഗ്രാമിൽ വരുന്നതാണ്. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ എക്സാമ്പിൾ ഓഫ് റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് പമ്പിന് എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ മുകളിൽ തന്നിട്ടുള്ള എല്ലാ പമ്പുകളും റോട്ടറി പമ്പുകളാണ്. വെയിൻ പമ്പ്, ഗിയർ പമ്പ്, അതുപോലെ തന്നെ റോട്ടറി പിസ്റ്റൺ പമ്പ്, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് റോട്ടറി ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പമ്പിന്റെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.